മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലീസ് പരാതി. ചലച്ചിത്ര സംവിധായകൻ ലൂയിത് കുമാർ ബർമനാണ് പരാതി നൽകിയത്. ഗുവാഹത്തിയിലെ ഹാത്തിഗൌ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. മോദിയുടെ പരാമർശം രാജ്യനിന്ദ നിറഞ്ഞതും ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് പരാതിയിൽ പറയുന്നു. അതേസമയം പരാതി പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വാർത്താ ഏജൻസിയായ ABPക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. 1982 റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അധികമൊന്നും അറിയില്ലായിരുന്നുവെന്നായിരുന്നു മോദിയുടെ പരാമർശം. അഭിമുഖത്തിലെ അഭിപ്രായ പ്രകടനത്തിനെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. എന്നാൽ ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 75 വർഷത്തിനിടെ ഗാന്ധിജിക്ക് ലോകത്തിൽ അംഗീകാരം നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കടമയല്ലേ? മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും അറിയുന്നത് പോലെ ഗാന്ധിയെ ലോകത്തിന് അറിയില്ല. അവരോളം മഹാനായിരുന്നു ഗാന്ധിയും. ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം വെച്ചാണ് ഇക്കാര്യം പറയുന്നതെന്ന് മോദി പറഞ്ഞു. മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാണ് ഗാന്ധിയെ അറിയാൻ സിനിമ കാണേണ്ടി വരുന്നതെന്ന് രാഹുൽ ഗാന്ധിയും വിമർശിച്ചു. പ്രതിപക്ഷം ഇന്ത്യയുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന ചോദ്യത്തിനായിരുന്നു മോദിയുടെ ഇങ്ങനെയൊരു മറുപടി. എന്നാൽ നരേന്ദ്രമോദി അറിയേണ്ട ചിലതുണ്ട്. ദണ്ഡിയാത്രയോടെ ഗാന്ധിജി ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നിരുന്നു. ലണ്ടനിലും മറ്റും അദ്ദേഹത്തെ കാണാൻ ജനക്കൂട്ടം ഒഴുകിയെത്തി. മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ലേഖകരെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. 1930 മാൻ ഓഫ് ദ ഇയറായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത ടൈം മാഗസിന്റെ 1931 ജനുവരി 5 ലക്കത്തിന്റെ കവർ ചിത്രം അദ്ദേഹമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ളവർ അക്കാലം തൊട്ടേ ഗാന്ധിജിയെ ആരാധിച്ചിരുന്നു. അഭിമുഖത്തിൽ നരേന്ദ്രമോദി പരാമർശിച്ച മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും മഹാത്മാഗാന്ധിജിയുടെ കടുത്ത ആരാധകരായിരുന്നു. കൗമാരത്തിൽ തന്നെ നാസി തടങ്കൽ പാളയത്തിൽ മരിച്ച ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിലും ഗാന്ധിജിയുണ്ട്. 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയായപ്പോഴേക്കും 40ഓളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ലോക്സഭാ ലൈബ്രറിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച 2000-ലേറെ പുസ്തകങ്ങളുമുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.